അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ ഉപദേശിച്ചത് എന്തുകൊണ്ടാണ്? ലൈറ്റുകൾ ഓണാക്കി ഉറങ്ങിയാൽ എന്താണ് സംഭവിക്കുക? 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ശാസ്ത്രജ്ഞർ ഇപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഹദീസിന്റെയും പിന്നിലുള്ള ആഴമേറിയ ജ്ഞാനവും ശാസ്ത്രീയ സത്യങ്ങളും പഠിക്കുന്നു. ചിലർ ലൈറ്റുകൾ ഓണാക്കി ഉറങ്ങാൻ ശീലമാക്കിയിരിക്കുന്നു. മറ്റു ചിലർ പൂർണ്ണമായ ഇരുട്ട് കൂടുതൽ സുഖകരമായി കാണുന്നു. എന്നാൽ ഉറങ്ങുമ്പോൾ ലൈറ്റുകൾ ഓണാക്കി വയ്ക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ വീട്ടിലേക്ക് ശൈത്വാനിനെ ക്ഷണിക്കുകയും ചെയ്യും. അതേ സുഹൃത്തുക്കളെ, രാത്രിയിൽ ലൈറ്റുകൾ ഓണാക്കി വയ്ക്കുന്ന സ്ഥലങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കലുകൾ പാലിക്കാത്തിടത്തും ശൈത്വാൻ പ്രവേശിക്കാൻ പ്രവണത കാണിക്കുന്നു. രാത്രിയിൽ മേൽക്കൂരയിൽ തനിച്ചു ഉറങ്ങുന്നത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് നിരോധിച്ചു എന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഇത് ലളിതമായ ഒരു കാര്യമായി തോന്നാമെങ്കിലും ഇതിനു പിന്നിൽ നമ്മുടെ ആരോഗ്യത്തിനും ആത്മീയ ക്ഷേമത്തിനുമുള്ള ആഴമേറിയ ജ്ഞാനമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ആരാധനയ്ക്ക് മാത്രമല്ല, ദൈനംദിന ജീവിതം എങ്ങനെ നയിക്കണമെന്നും പഠിപ്പിച്ചു. എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉണരണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഭക്ഷിക്കണം, പോലും ബാത്റൂമിൽ പ്രവേശിക്കുന്നതിൻ്റെ മര്യാദകൾ വരെ. പ്രിയ സഹോദരങ്ങളെ, വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങളറിയാതെ ഈ സുന്നത്തുകളെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ തെറ്റുകൾ തുടരുകയും അതിൻ്റെ പരിണതഫലങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഗുരുതരമായിരിക്കുകയും ചെയ്യും. ഇസ്ലാം നമ്മെ പ്രാർത്ഥിക്കാനോ നോമ്പ് നോക്കാനോ ഹജ്ജ് നിർവഹിക്കാനോ മാത്രം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം നമ്മെ ജീവിക്കാനും വിശ്രമിക്കാനും ഉറങ്ങാനും പഠിപ്പിച്ചു. കാരണം ഇസ്ലാം ഒരു മതം മാത്രമല്ല, അത് പൂർണ്ണമായ ജീവിത രീതിയാണ്. മതിലോ റെയിലിങ്ങോ ഇല്ലാത്ത മേൽക്കൂരയിൽ ഉറങ്ങുന്നത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചു. കാരണം ഉറക്കത്തിൽ ഒരാൾ അറിയാതെ വീഴുകയും ചെയ്യാം. അത്തരമൊരു സ്ഥലത്ത് ഉറങ്ങുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിനു മുമ്പ് കണ്ണുകളിൽ കോൾ അപ്ലൈ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു. അത് കാഴ്ചയെ മെച്ചപ്പെടുത്തുകയും കൺപീലികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രവാചകന്റെ മറ്റൊരു പ്രധാന പഠിപ്പിക്കൽ ഉറങ്ങുന്നതിനു മുമ്പ് കിടക്ക ഷെയ്ക്ക് ചെയ്യുക എന്നതാണ്. ഇത് ദോഷകരമായ പ്രാണികളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ കിടക്കയിലേക്ക് പോകുമ്പോൾ തന്റെ വസ്ത്രത്തിന്റെ അകത്തെ ഭാഗം കൊണ്ട് അത് ഷെയ്ക്ക് ചെയ്യുകയും ബിസ്മില്ലാഹ് പറയുകയും ചെയ്യട്ടെ, കാരണം അതിൽ എന്താണ് പ്രവേശിച്ചിരിക്കുന്നത് എന്ന് അവൻ അറിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് മുമ്പ് ചെയ്യുന്നത് പോലെ ഉറങ്ങുന്നതിന് മുമ്പ് വുളു നിർവഹിക്കുക. വുളുവിന്റെ അവസ്ഥയിൽ ഉറങ്ങുന്നത് ദുസ്വപ്നങ്ങളിൽ നിന്നും ശൈത്വാനിന്റെ മന്ത്രണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ആ രാത്രി ആരെങ്കിലും മരിച്ചാൽ അവർ പരിശുദ്ധിയുടെ അവസ്ഥയിൽ മരിക്കുന്നു. അത്തരമൊരു അവസ്ഥയിൽ കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും സത്യമാകുന്നു. ഹസ്രത്ത് ഉഫ് നിന്ന് നിവേദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തൻ്റെ കൈ തൻ്റെ കവിളിനടിയിൽ വയ്ക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹം പറയും, അള്ളാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും നിന്റെ നാമത്തിൽ ഞാൻ ജീവിക്കുകയും ചെയ്യുന്നു. ചില നിവേദനങ്ങളിൽ കിടക്ക 3 തവണ ഷെയ്ക്ക് ചെയ്ത് ബിസ്മില്ലാഹ് പറഞ്ഞ് കിടക്കുക എന്ന് പറയുന്നു. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിനു മുമ്പ് ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ കർശനമായി നിർദ്ദേശിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വിളക്ക് കെടുത്തുക, അങ്ങനെ യാതൊരു ദോഷവും ഉണ്ടാകാതിരിക്കട്ടെ. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ വീട്ടിൽ തീയോ വിളക്കോ കത്തിച്ചു വയ്ക്കരുത്. ഇന്നത്തെ കാലത്ത് ഈ ഹദീസ് ഗ്യാസ് സ്റ്റൗവുകൾ, ഹീറ്ററുകൾ, ഇലക്ട്രിക് ലൈറ്റുകൾ എന്നിവയ്ക്കും ബാധകമാണ്. പലപ്പോഴും ഇവ ഓണാക്കി വയ്ക്കുന്നത് ഭയങ്കര അപകടങ്ങൾക്ക് കാരണമാകുന്നു. വീടുകൾ തീപിടിക്കുകയോ ആളുകൾ ശ്വാസതടസ്സത്താൽ മരിക്കുകയോ ചെയ്യുന്നു. ഹദീസ് പ്രകാരം രാത്രി ഒരു എലി തീയിലേക്ക് ഇടിച്ച് തീപിടുത്തമുണ്ടാക്കാം. ആധുനിക ഗവേഷണങ്ങൾ കാണിക്കുന്നത് ലൈറ്റുകൾ ഓണാക്കി ഉറങ്ങുന്നവർ ക്യാൻസർ, ചർമ്മരോഗങ്ങൾ തുടങ്ങിയ ഗുരുതര അവസ്ഥകളുടെ അപകട സാധ്യതയിലാണ്. ലൈറ്റുകൾ ഓണാക്കി ഉറങ്ങുന്നത് ഹോർമോണൽ ബാലൻസിനെ തടസ്സപ്പെടുത്തുന്നു, ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നു, മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും
ശാന്തമായ വിശ്രമം ഉറപ്പാക്കാൻ ഉറങ്ങുന്നതിനു മുമ്പ് എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുകയാണ് ഏറ്റവും നല്ല രീതി. ഒരു ദിവസം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹചാരികളോട് പറയുകയായിരുന്നു, വെള്ളം ശ്രദ്ധയോടെ പതുക്കെ 3 സിപ്പുകളായി കുടിക്കുക. ഒരു യഹൂദൻ ഇത് കേട്ടു. അതേ രാത്രി ദാഹം തോന്നിയപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം താ, പക്ഷേ അതിലൊന്നുമില്ലെന്ന് ഉറപ്പാക്കുക. ഭാര്യ മറുപടി പറഞ്ഞു, ഞാൻ എങ്ങനെ പരിശോധിക്കും? മുറിയിലെ ലൈറ്റ് ഓഫാണ്. ഇതിൽ ക്രോധിച്ച് അദ്ദേഹം എഴുന്നേറ്റ് ലൈറ്റ് ഓണാക്കി. ഭാര്യ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഗ്ലാസിൽ ഒരു കറുത്ത വിഷമുള്ള തേൾ പൊങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. അടുത്ത ദിവസം രാവിലെ ആ യഹൂദൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി സംഭവം മുഴുവൻ പറഞ്ഞു. വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു, മനുഷ്യജീവന്റെ സുരക്ഷയ്ക്ക് ഇത്രയും ശ്രദ്ധയുള്ള ഒരു മതം തീർച്ചയായും ആളുകളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കും. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് മുസ്ലിമായി. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും കൈകളിൽ മാംസമോ കൊഴുപ്പോ ഉള്ള മണമുണ്ടെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് അവ കഴുകുക, അല്ലെങ്കിൽ ദോഷം വരാം. പ്രവാചകൻ നമ്മെ ഉറങ്ങുന്നതിനു മുമ്പ് ഭക്ഷണവും പാനീയവും മൂടിവെക്കാനും ബിസ്മില്ലാഹ് പറയാനും നിർദ്ദേശിച്ചു. മറ്റൊന്നും ലഭ്യമല്ലെങ്കിൽ ഒരു വടികൊണ്ട് പോലും മൂടാം, കാരണം മൂടിയ പാത്രം ശൈത്വാനിന് തുറക്കാൻ കഴിയില്ല. ഒരു ഹദീസ് പറയുന്നു, ഒരു വർഷത്തിൽ ഒരു രാത്രി വരുന്നു, അതിൽ ബാധകളും രോഗങ്ങളും ഇറങ്ങുന്നു. മൂടാത്ത ഏതൊരു പാത്രവും ബാധിക്കപ്പെടാം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വലതു കൈ കവിളിനടിയിൽ വെച്ച് ഉറങ്ങുമായിരുന്നു. വയറ്റിൽ കൈവച്ച് കിടക്കുന്നത് അദ്ദേഹം വെറുക്കുകയും അത് നരകവാസികളുടെ ഉറക്കരീതിയാണെന്ന് പറയുകയും ചെയ്തു. സൂറത്തുൽ ഖമറിൽ പറയുന്നു, അവർ മുഖത്തോടെ തീയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ദിവസം പറയപ്പെടും, നരകാഗ്നിയുടെ സ്പർശം രുചിക്കുക. അല്ലാഹുവിന്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് 7 വയസ്സാകുമ്പോൾ പ്രാർത്ഥിക്കാൻ നിർദ്ദേശിക്കുക. 10 വയസ്സാകുമ്പോൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അവരെ ശിക്ഷിക്കുക, അവരുടെ കിടക്കകൾ വേർപെടുത്തുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തുണികൊണ്ട് മൂടി ഉറങ്ങുന്നത് നിരോധിച്ചു. കാരണം അത് വിഷലിപ്തമായി ശ്വസിക്കുന്ന വാതകങ്ങളെ ശ്വസിക്കുന്നത് ആരോഗ്യത്തെ ഹാനികരമാക്കാം. ഒരു പ്രവാചകൻ ഇശാ നമസ്കാരത്തിനു ശേഷം വൈകിപ്പിക്കാതിരുന്നു. അദ്ദേഹം ഉടൻ ഉറങ്ങുകയും ഫജർ നമസ്കാരത്തിന് എളുപ്പത്തിൽ ഉണരുകയും ചെയ്തു. അല്ലാഹുവേ, എല്ലാ സൃഷ്ടികളുടെയും റബ്ബേ, നീ ഏറ്റവും കരുണാമയനും ഏറ്റവും ദയാലുവുമാണ്. വിനയത്തോടെയും പൂർണ്ണ ശ്രദ്ധയോടെയും ഞാൻ നിന്നിലേക്ക് തിരിയുന്നു, നിന്റെ മാർഗനിർദ്ദേശവും പിന്തുണയും തേടി. അല്ലാഹുവേ, എന്റെ നമസ്കാരങ്ങളിൽ സ്ഥിരതയോടെ നിലകൊള്ളാൻ എനിക്ക് ശക്തി നൽകുക. അങ്ങനെ ഞാൻ ഓരോ സലാഹും ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും നിർവഹിക്കട്ടെ. നിന്റെ സ്മരണയിൽ എന്റെ ഹൃദയം ശാന്തി കണ്ടെത്തട്ടെ. ഓരോ സുജൂദും എന്റെ ആത്മാവിനെ നിന്റെ സാമീപ്യത്തിലേക്ക് അടുപ്പിക്കട്ടെ. അല്ലാഹുവേ, ഈ ലോകത്തിലും പരലോകത്തിലും എനിക്ക് വിജയത്തിന്റെ വാതിലുകൾ തുറക്കുക. ജ്ഞാനം, ബുദ്ധി, നീതിപൂർവകമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ട് എന്റെ പാത പ്രകാശിപ്പിക്കുക. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നന്മയ്ക്കായി പരിശ്രമിക്കാനുള്ള ശക്തിയും ഓരോ തടസ്സങ്ങളെയും മറികടക്കാനുള്ള സ്ഥിരതയും നൽകുക. അല്ലാഹുവേ, അഹങ്കാരത്തിൽ നിന്നും എന്നെ സംരക്ഷിക്കുക. നിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനാക്കുക. പ്രയോജനകരമായ ജ്ഞാനത്തിൽ എന്നെ വർദ്ധിപ്പിക്കുക. നിയമാനുസൃത മാർഗങ്ങളിലൂടെ എന്റെ ഉപജീവനം വിപുലീകരിക്കുകയും നിന്നിലേക്കടുപ്പിക്കുന്ന അവസരങ്ങൾ നൽകുകയും ചെയ്യുക. എന്റെ സമയം, പരിശ്രമങ്ങൾ, ജോലി എന്നിവയെ അനുഗ്രഹിക്കുക. എന്റെ ഉദ്ദേശ്യങ്ങൾ പരിശുദ്ധമാക്കുക. എന്റെ ഓരോ ചുവടും നിന്റെ പ്രീതി നേടുന്നതിലേക്ക് നീങ്ങട്ടെ. അല്ലാഹുവേ, എന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തത നൽകുകയും എനിക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും നന്മ കൊണ്ടുവരുന്ന വിജയം നൽകുകയും ചെയ്യുക. എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തുക. ഹൃദയം ശുദ്ധീകരിക്കുക. നേരായ പാതയിൽ എന്നെ ഉറപ്പിച്ചു നിർത്തുക. അല്ലാഹുവേ, മറ്റുള്ളവർക്ക് ദയയുടെയും പ്രയോജനത്തിന്റെയും ഉറവിടമാക്കി എന്നെ മാറ്റുക. എന്റെ ജീവിതം നിന്റെ പ്രകാശത്തിന്റെയും ദൈവിക മാർഗനിർദ്ദേശത്തിന്റെയും പ്രതിഫലനമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.